വലിയ നാരങ്ങയുണ്ടല്ലോ, നല്ല പുളിയുള്ള വലിയ നാരങ്ങ. അതിന് പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. ആ നാരങ്ങ അച്ചാറുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിൻ്റെ തൊലി നൈസായിട്ട് ചെത്തിക്കളഞ്ഞു, ഒത്തിരി ചെത്തിക്കളഞ്ഞില്ല കേട്ടോ, നൈസായിട്ട് ചെത്തിക്കളഞ്ഞു. എന്നിട്ട് കഴുകി നല്ലതുപോലെ കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കല്ലുപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് നേരം തിരിഞ്ഞു വയ്ക്കാം. നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം നല്ലെണ്ണ ഒഴിക്കുകയാണേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചുവന്നുള്ളി ചെറിയ കഷ്ണമായി വട്ടത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി നീളത്തിൽ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞത്, വറ്റൽ മുളക് അല്ലെങ്കിൽ ചുമന്ന മുളക് അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം മുളക് പൊടി കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുളക് പൊടി അല്ലെങ്കിൽ അല്പം അച്ചാർ പൊടി ആയാലും മതി, മഞ്ഞൾപ്പൊടി, അതുപോലെ കായം വറുത്ത് പൊടിച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇത്ര ഞാൻ ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ തീ കെടുത്തിയിടുവാണേ. ഇനി ഇത് അല്പസമയം നമുക്ക് തണുക്കാനായിട്ട് വെച്ചേക്കാം. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച നാരങ്ങ ഉണ്ടല്ലോ, മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടിയും എല്ലാം തിരുമ്മി വെച്ച നാരങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്കിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഉപ്പും മുളകൊക്കെ തിരുമ്മി വെച്ചതാണ്. അതിലേക്ക് ഞാൻ ഇപ്പോൾ നല്ലെണ്ണയിലിട്ട് വഴറ്റിയ ഇതെല്ലാം കൂടെ ചേർക്കുകയാണ്, പൊടിയെല്ലാം കൂടെ. നന്നായിട്ട് ഇളക്കി ഇത് നമുക്ക് എന്നിട്ട് കുപ്പിയിലാക്കി വെക്കാം. ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ.